നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനൊരു ചിത്രം കാണിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമുള്ളൊരു ചിത്രം തന്നെയാണ്. ഈ നടപ്പാത എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഇത് നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കാണുന്നതാണ്. കാരണം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ ഈ ടൈലിങ് ഇങ്ങനെ പാകിയിരിക്കും. അതിൻ്റെ നടുക്കൂടെ ഈ കളറിലുള്ള ചില ടൈലിങ് ഇങ്ങനെ പാകി പോയിരിക്കുന്ന കാണാം. നമ്മൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പലർക്കും അറിയില്ല ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കളറിലെ ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്. ഞാനും ഈ അടുത്തിടയ്ക്കാണ് ഇത് മനസ്സിലാക്കിയത്. അതായത് കാഴ്ച പരിമിതിയുള്ളവർക്ക് ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ നിറത്തിലെ മാത്രം ഇങ്ങനെ, മൊത്തത്തിലല്ല കുറച്ച് ഭാഗം മാത്രം ഈ നിറത്തിൽ ഇങ്ങനെ ടൈൽ വാങ്ങി വിട്ടിരിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത്, കാഴ്ച പരിമിതിയുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ നടപ്പാത തിരിച്ചറിയാനും നടന്നു പോകാനും വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് ഈ നിറത്തിലെ ഇതിങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ വിരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ മനോരമ പോലുള്ള മാപ്രകളാണ് കാണുന്നതെങ്കിൽ അവർ ഇതിന് ചമയ്ക്കുന്ന ഭാഷ്യം വേറെ ആയിരിക്കും. റെയിൽവേ സ്റ്റേഷനുകളിലും കാവ്യവൽക്കരണം എന്ന തരത്തിലായിരിക്കും അവരതിനെ വിവക്ഷിക്കുന്നത്, മാപ്രഭാഷ്യം കൊടുക്കുന്നത്. ഇനി ഈ തെങ്ങ് കർഷകരായിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പേരിന് കേരളം എന്നാണ് നമ്മുടെ സംസ്ഥാനം അറിയപ്പെടുന്നതെങ്കിലും ഇപ്പോൾ തെങ്ങ് വലിയ കൃഷിയായിട്ട് ചെയ്യുന്നവരൊക്കെ വളരെ കുറവാണ്. ഒരുപക്ഷേ വീട്ടിലൊക്കെ 3-4 തെങ്ങൊക്കെ കാണുമായിരിക്കും. തെങ്ങും തോപ്പുകളുള്ളവരുടെ എണ്ണമൊക്കെ കുറവാണ്. പക്ഷേ ഈ തൃശ്ശൂർ മണ്ണുത്തി പോലുള്ള സ്ഥലങ്ങളിൽ, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് തെങ്ങും തോപ്പുകളും മറ്റുമുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപും. അപ്പോൾ അവിടെ ഒരുപാട് തെങ്ങും തോപ്പുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ തെങ്ങിൻ്റെ വേര് മുതൽ കുറച്ച് മേലോട്ടുള്ള ഭാഗം വരെ ഒരു പ്രത്യേക ഒരു ചുവന്ന മണ്ണുണ്ട്. ആ മണ്ണിങ്ങനെ വാരി നനച്ച് പൊത്തിയിരിക്കും. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ചുവപ്പ് കളറല്ലാതെ മറ്റൊരു കളറിലേക്കാണ് ഇത് വരുന്നത്. അതിനെപ്പോലും നിങ്ങൾക്ക് അറിയാം, മറന്നിട്ടില്ല, ലക്ഷദ്വീപിൽ കാവ്യവൽക്കരണം എന്ന തരത്തിൽ വാർത്ത കൊടുത്തവരാണ് ഇവിടുത്തെ മാപ്രകൾ. ഓർത്തു നോക്കുക, ആ പെയിൻ്റ് അടിച്ചത് കാവ്യ പെയിൻ്റ് അടിച്ചതല്ല, മണൽ വാരി പൊത്തിയതാണ്. അത് ആ തെങ്ങിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് കേര കർഷകരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്, അറിയാവുന്നവരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അതിനെപ്പോലും കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണമാണ് എന്ന തരത്തിൽ ഇവിടെ വാർത്ത പടച്ചുവിട്ടവരാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ. ഇനി അടുത്തത് നോക്കുക, ഞാൻ ഈ കാണിക്കുന്നത് ഈ ഒരു ജാക്കറ്റാണ്, സേഫ്റ്റി ജാക്കറ്റാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവർ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു നിറവുമാണ്, ആ ജാക്കറ്റിൻ്റെ ഡിസൈനുമാണ്. പക്ഷേ ഇത് പുതിയ ജാക്കറ്റായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ ഹരിതകർമ്മ സേനയ്ക്ക് നൽകിയാൽ അതിനും ഇവർ കൊടുക്കുന്ന ഭാഷ്യം എന്നത് കാവ്യവൽക്കരണം എന്നാണ്. ഓർത്ത് നോക്കുക, എന്തിനാണ് ഈ നിറം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമിലും ആ നിറം ഉപയോഗിച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ച പരിമിതിയുള്ളവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ഹരിതകർമ്മ സേനക്കാരൊക്കെ റോഡിൻ്റെ സൈഡിലും മറ്റുമൊക്കെ അവർക്ക് ചിലപ്പോൾ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടി വരാം, അവിടെ പ്രവൃത്തി എടുക്കേണ്ടി വരുമൊക്കെ ചെയ്യാം. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങളിലുള്ളവർക്ക് പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ കളറിലുള്ള ജാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക, നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ പലതരത്തിലുള്ള റിഫ്ലക്ടറുകൾ വെച്ചിരിക്കുന്നതാണ്. ഈ ലൈറ്റ് അടിച്ച വെള്ള കാണാം, ചുവല കാണുന്ന കാണാം, അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഓറഞ്ച് കളർ, ഇവരുടെയൊക്കെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യവൽക്കരണം, കാവ്യ കളറിലുള്ള റിഫ്ലക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയൊക്കെ നമ്മുടെ മാപ്രകൾ കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെ വാർത്ത വളച്ചൊടിച്ച് കൊടുക്കുമ്പോൾ എന്താണ് ഇവർ ഈ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. പിന്നെ ആത്യന്തികമായി ഇത് എപ്പോഴും BJPക്കും അല്ലെങ്കിൽ സംഘപരിവാറിനും മാത്രമേ ഗുണമായിട്ട് ഭവിക്കൂ. കാരണം ഇവർ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വ്യാജ വാർത്തകൾ വളച്ചൊടിച്ച് പറഞ്ഞു വിടുമ്പോൾ കുറേ കഴിയുമ്പോൾ ആളുകളൊന്നും ഇതിനെ വലിയ മൈൻഡ് കൊടുക്കാതാവും. മാത്രമല്ല ഇവർ പറയുന്നതൊന്നുമല്ല ശരി എന്ന് അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിൻ്റെ സത്യം പറയാനും ആളുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ജനങ്ങളത് കേൾക്കുമ്പോൾ അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ലോജിക്ക് അതിനെ എതിർക്കുന്നവർ പറയുന്നതാണ്. അതായത് ഇവർ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ സഹിതം കൊടുക്കുന്ന കാര്യത്തിനെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ നിറം കൊടുത്തിരിക്കുന്നത് എന്നതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരുമ്പോൾ ആ വാർത്തയ്ക്ക്, അതായത് മാപ്രകൾ കൊടുക്കുന്ന വാർത്തകൾക്ക് വിശ്വാസ്യത ഇല്ലാതെ വരും. അങ്ങനെ നിരന്തരമായി കഴിഞ്ഞാൽ അവരുടെ നിലവിൽ തന്നെ തകർന്ന വിശ്വാസ്യത ഇല്ലാതാവുകയും സംഘപരിവാർ ആണല്ലോ ശരി, അവർ ഈ പറയുന്ന പോലെ ഇവർ ആരോപിക്കുന്ന പോലുള്ള കാവ്യവൽക്കരണമൊന്നും അവർ നടത്തുന്നില്ല. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഇങ്ങനെയൊരു നിറം, ഈ ജാക്കറ്റിൻ്റെ നിറം പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ്. അത് ഇവിടുത്തെ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്താൽ, പുതിയ യൂണിഫോമായിട്ട് കൊടുത്താൽ അതിനെപ്പോലും കാവ്യവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ സത്യത്തിൽ ഈ നാട്ടിൽ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ചേരിതിരിവുണ്ടാക്കാനും വർഗീയമായി അവരെ അകറ്റാനും തമ്മിലടിക്കാനും വേണ്ടി മാത്രം അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മാപ്ര തൊഴിലാളി കൂട്ടം മാത്രമായി ഇവിടുത്തെ മാധ്യമങ്ങൾ അധപ്പതിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.